നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചർച്ച പരാജയം. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ. മോദിക്കും പത്മജയ്ക്കുമൊപ്പം കെ കരുണാകരനും ഫ്ലെക്സ് ബോർഡ് വെച്ച് BJP. സിദ്ധാർത്ഥന്റെ മരണം SFIയും ഭാഗമായി. ക്യാമ്പസുകളിൽ ആവർത്തിക്കാൻ പാടില്ല. MV ഗോവിന്ദൻ. അനിയനായിരുന്നുവെങ്കിൽ അടി കൊടുക്കാമായിരുന്നു, ചേട്ടനായി പോയല്ലോ. K മുരളീധരനെതിരെ പത്മജ. വാർത്തകൾ വിശദമായി. കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ചർച്ച പരാജയപ്പെട്ടു. കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് യോജിക്കാൻ കേന്ദ്രം തയ്യാറല്ലെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. 13,890 കോടി മാത്രമേ അനുവദിക്കൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇത് ഉടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. 19,370 കോടി രൂപ അധികമായി ആവശ്യപ്പെട്ടതിൽ തീരുമാനമായില്ലെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ചർച്ചയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ കരുണാകരന്റെ ചിത്രമുള്ള ഫ്ലെക്സ് വെച്ച് BJP നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. മലപ്പുറം നിലമ്പൂരിലാണ് മോദിക്കും പത്മജയ്ക്കുമൊപ്പം കെ കരുണാകരന്റെ ചിത്രം വെച്ചത്. ബോർഡ് സ്ഥാപിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. BJPയിൽ അംഗത്വം എടുത്തതിനു ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പത്മജ വേണുഗോപാലിന് വൻ സ്വീകരണമാണ് BJP ഒരുക്കിയത്. കോൺഗ്രസിനെതിരെയും K മുരളീധരനെതിരെയും പത്മജ വിമർശിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ ദിവസവും താൻ അപമാനിക്കപ്പെട്ടു, മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയെന്നും പത്മജ ആരോപിച്ചു. തന്റെ തോൽവിക്ക് കാരണക്കാരനായ നേതാവിനെ മണ്ഡലം ഭാരവാഹിയായി നിയമിച്ചു. സോണിയാഗാന്ധി ആരെയും കാണുന്നില്ല, അവർക്കതിന് സമയമില്ല. കെ കരുണാകരന് സ്മാരകം പണിയാൻ ഫണ്ട് സ്വരൂപിക്കാൻ പോലും അനുവദിക്കില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFIയും ഭാഗമായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസുകളിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല, മുഖം നോക്കാതെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടി ആദ്യം മുതൽ സ്വീകരിച്ച നിലപാടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേസിൽ 18 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഒരാളെ കൂടി പിടികൂടാനുണ്ട്. വളരെ വേഗം അയാളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അഭിമന്യു വധക്കേസിലെ കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാണാതായ സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ വിചാരണ കോടതിയിൽ നിന്നും നഷ്ടപ്പെടുന്നത്. 2022 രേഖകൾ കാണാതായെന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. 2018 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനിയും വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആരാണോ ഉത്തരവാദി അവരെ കണ്ടെത്തി ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്ന് വിശദമായ അന്വേഷണം നടത്തണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. K മുരളീധരനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജയ്ക്കെതിരെ നടത്തിയ വർക്ക് അറ്റ് ഹോം പരാമർശത്തിനെതിരായിരുന്നു അവരുടെ പ്രതികരണം. അനിയനായിരുന്നുവെങ്കിൽ അടി കൊടുക്കാമായിരുന്നുവെന്നും ചേട്ടനായി പോയി എന്നും പത്മജ പറഞ്ഞു. BJP അംഗത്വം സ്വീകരിച്ച ശേഷം തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു പത്മജ. ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടനെ അറിയാമായിരുന്നു. അദ്ദേഹം പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ്. 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് എന്തും പറയാം, കൂടുതൽ ഒന്നും പറയുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസുകാർ BJPയിൽ എത്തുമെന്നും പത്മജ പറഞ്ഞു. എത്രയോ ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി, അച്ഛൻ വരെ പോയിരുന്നു. കഴിഞ്ഞ 3 വർഷമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു എന്നും പത്മജ പറഞ്ഞു.